അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ മുഖ്തസറിൻ്റെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തഹ്സീൻ വുജൂഹിലെ മഅനവിയിൽപ്പെട്ട ജംഅ്, തഖ്സീം, തഫ്രീഖ്, അതുപോലെ തഖ്സീമിൻ്റെ കൂടെ ജംഅ്, തഫ്രീഖിൻ്റെ കൂടെ ജംഅ്, അതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി അതിൽപ്പെട്ട തഫ്രീഖിൻ്റെ കൂടെ ജംഅ് കഴിഞ്ഞാൽ നോക്കി. ഇൻഷാ അല്ലാഹ് ഇനി ജംഅ് തഖ്സീമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വമിൻഹു വമിനൽ മഅനവി അൽ ജംഉ മഅ തഖ്സീമി. മഅനവിയായ വുജൂഹിൽപ്പെട്ടതാണ് തഖ്സീമിൻ്റെ കൂടെ ജംഉ ചെയ്യൽ. വഹുവ, അത് ജംഉ മഅ തഖ്സീം എന്ന് പറഞ്ഞാൽ വഹുവ ജംഉ മുതഅദ്ദിദിൻ തഹ്ത ഹുക്മിൻ, ഒരു ഹുക്മിൻ്റെ കീഴിൽ ഒരുപാട് എണ്ണത്തെ ഒരുമിച്ച് കൂട്ടുക. സുമ്മ തഖ്സീമു, പിന്നെ അതിന് തഖ്സീം ചെയ്യുക. തഖ്സീം എന്നൊക്കെ മുമ്പ് പഠിച്ചിട്ടില്ലേ? അതായത് മുമ്പ് മുതഅദ്ദിദ് പറഞ്ഞിട്ടുണ്ടാവാം. മുതഅദ്ദിദിൻ്റെ ഓരോന്നിലേക്കും അതിൻ്റെ തഈൻ ചെയ്തുകൊണ്ട് ഒന്നിലേക്ക് ചേർത്തി പറയൽ അല്ലേ, ഓരോന്നിൻ്റെ ഇന്നതാണെന്ന് ചേർത്തി പറയുക, അതിനാണ് തഖ്സീമിലെ. അപ്പോൾ അങ്ങനെ ചെയ്യൽ. അവിൽ അക്സ്, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റായിട്ട്, അതായത് തഖ്സീം മുതഅദ്ദിദിൻ, ആദ്യം ഈ മുതഅദ്ദിദിലേക്ക് ഓരോന്നിനെ എന്ത് ചെയ്യുക, തഖ്സീം ചെയ്ത് പറയാം, ചേർത്തി അതിലേക്ക് പ്രത്യേകമായ ഒന്നിനെ അതിലേക്ക് ഇങ്ങനെ ചേർത്തി പറയാം. സുമ്മ ജംഉ, പിന്നെ അതിനൊക്കെ കൂടെ എന്ത് ചെയ്യുക, ഒരുമിച്ച് കൂടെ തഹ്ത ഹുക്മിന്, ഒരു ഹുക്മിൻ്റെ കീഴിൽ. അങ്ങനെ രണ്ട് രീതിയിൽ വരാം. ഓക്കെ, ഒന്ന് ജംഉ മഅൽ തഖ്സീം വരാം, ഇനി തഖ്സീം മഅൽ ജംഇ എന്നർത്ഥം, അങ്ങനെയും വരാമെന്നർത്ഥം. ഫൽ അവ്വലു, അപ്പോൾ ഒന്നാമത്തത്, അതായത് അൽ ജംഉ മഅ തഖ്സീം, മുതഅദ്ദിദിനെ ഒരു ഹുക്മിൻ്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടുകയും പിന്നെ അതിൻ്റെ ആവശ്യമായ ഓരോന്ന് തഖ്സീം ചെയ്തുകൊണ്ട് അതിലേക്ക് ഇലാഫത്ത് ചെയ്ത് പറയാം. അതിന് ഉദാഹരണം ഖൗലിഹി, ഒരു കവി പാടി, അത്ത അഖൂമ അല അർബാദി ഖശിന തഷ്ഖാ ബിഹി الروم والصبي سلبان والبيع لسبيل السبا ما نكه والقتل ما ولد والنهب ما جمع والنار ما زرع. അപ്പോൾ ഈ കവിതൻ്റെ മുമ്പിൽ ഒന്ന് രണ്ട് വരികളുണ്ട്. അതായത് ഇത് സൈഫുദ്ദൗലിനെ കുറിച്ചിട്ട് അബുത്തയ്യബ് പാടുകയാണ്. മൂപ്പര് ക്രിസ്ത്യാനികളുമായി യുദ്ധം ചെയ്തതിനെ സംബന്ധിച്ച് പറയുകയാണ്. അപ്പോൾ അവരുടെ സൈന്യം അവരുടെ നാട്ടിൽ ചെന്നു. അങ്ങനെ അദ്ദേഹം അവരെ അധീനപ്പെടുത്തി എന്ന് പറയണം. അത്ത അഖൂമു അല അർബാദി ഖശിനത്തിന്, ഇതുവരെ അഖൂമു അത്ത അഖാമ, അദ്ദേഹം അധികാരം ചെലുത്തി. അത്ത അഖാമ അല അർബാദി ഖശിനത്തിന്, ഖർഷനത്ത് എന്ന സ്ഥലത്തിൻ്റെ പേരാണ്. അർബാദ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള പ്രദേശങ്ങൾ നടത്തും. പത്ത അഖൂമ, അദ്ദേഹം അധികാരം ചെലുത്തുന്നത് വരെ. അൽ മംദൂഹ്, അദ്ദേഹം എന്ന് പറഞ്ഞാൽ മംദൂഹ് സൈഫുദ്ദീനെ കുറിച്ചാണ് പറയണത്. വലി തൽമീനിൽ ഇഖാമത്തി മഅന തസ്ലീത്തി, ഈ അഖാമ യുഖീമു ഇഖാമത്ത്, അതിന് തസ്ലീത്ത് അധികാരം ചെലുത്തുക എന്ന മഅനയെ അത് ഉൾക്കൊള്ളിക്കുന്നത് കൊണ്ട് അദ്ദാഹ, അതിനെ മുതഅദ്ദിയാക്കി ബി അല, അല ഉപയോഗിച്ചുകൊണ്ടുണ്ടോ. അഖാമ അല അർബാദിൽ ഹർഷനത്ത് എന്നാണ് പറഞ്ഞല്ലേ. അപ്പോൾ അത് തസ്ലീത്തിൻ്റെ മഅന ഇക്കാമത്തിൽ വരുന്നതുകൊണ്ടാണ് അദ്ദാഹ അതിനെന്താക്കിയത്, മുതഅദ്ദിയാക്കിയത് ബി അല, അല കൊണ്ട്. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അല അർബാദിൻ, ജമ്മു റബിളിൻ്റെ ജമ്മാണ് അർബാദ്. ഓ മാ ഹൗലൽ മദീനത്തിൽ ഹർഷൻ എന്ന് പറയുന്ന ഇയാൾ കിടക്കാൻ പോയ പട്ടണത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്തിന് അർബാദ് എന്ന് അറിയില്ല. അപ്പോൾ ഹർഷൻ എന്നതിൻ്റെ ചുറ്റുമുള്ള പ്രദേശത്ത് അദ്ദേഹം അധികാരം ചെലുത്തുന്നത് വരെ. വഹിയ ബലദത്തും മിലാദിർ റൂം, ഹർഷനത്ത് എന്ന് പറഞ്ഞത് ഏതാ സ്ഥലം? അത് റോമിലെ പെട്ടൊരു സ്ഥലമാണ്. തഷ്ഖാ ബിഹി, അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ പരാജയപ്പെട്ടു റോമേരും സുൽബാൻ, ക്രിസ്ത്യാനികളും. ജമ്മു സ്വലീബിൻ നസാറ, നസ്രാനികളുടെ ആ കുരിശിനാണ് സ്വലീബ് എന്ന് പറയുന്നത്, ജമ്മാണ് സുൽബാൻ. വൽ ബിയാവു, അവരുടെ ആരാധ്യ സ്ഥലങ്ങളും. ജമ്മു ബിയത്തിൻ, ബിയത്തിന് ജമ്മാണ്. വഹിയ മുതഅബ്ബിദുഹും, അതാണ് നസ്രാനിയാക്കളുടെ ആരാധന സ്ഥലങ്ങളാണ്. അപ്പോൾ അത്ത എന്നുള്ളത് മുത്തഅല്ലഖും ബിൽ ഫീലിൻ ഫിൽ ബൈത്ത് സാബീഖ്, അതിന് മുമ്പിൽ ഒരു ഫീല്, ഒരു ബൈത്തുണ്ട്, അതിലുള്ള ഫീലിലേക്കാണ് അത്തൻ്റെ
എന്ത് മുത്തഅല്ലക്ക്, അതായത് അതിന് ഖാദൽ മനാഖിബ് എന്നിട്ട് വരുന്നുണ്ടല്ലോ അസാക്കിറു, സൈന്യങ്ങളെ അദ്ദേഹം നയിച്ചു. ഖാദൽ മനാഖിബ, സൈന്യങ്ങളെ അദ്ദേഹം നയിച്ചു കൊണ്ടുപോയി. അതിമക്കാണ് അത്താക്കാമ, അദ്ദേഹം അധികാരം ചെലുത്തുന്നവരെ എന്ന് പറയുന്നുണ്ട്. അവിടേക്കാണ് അത്തൻ്റെ മുത്തഅല്ലക്ക്. അപ്പോൾ ഇവിടെ ജമഅ ഫി ആദൽ ബൈത്ത്, ഈ ബൈത്തിൽ ഒരുമിച്ച് കൂട്ടി ഷഖ അർ റൂമി, റോമേരുടെ പരാജയത്തെ അല്ലേ, ബിൽ മംദൂഹി, തൻ്റെ മംദൂഹിൻ്റെ അടുക്കലുള്ള അവരെ പരാജയത്തെ ഒരുമിച്ച് കൂട്ടി. സുമ്മ കസ്സമ, പിന്നെ ആ പരാജയങ്ങളിൽ ഓരോന്നിലേക്ക് ചേർത്തി പറയാണ്. ഫഖാല, അപ്പം അദ്ദേഹം പറഞ്ഞു ലിസ്സിബ മാനക്കഹോ, ലിസ്സിബ അവരുടെ എന്ത് ഈ സിബിയ അടിമകളിൽ നിന്നുണ്ട് മാനക്കഹോ അവർ വിവാഹം കഴിച്ചോന്ന്. വൽഖത്ലിമാ വലതു, അവർ കൊന്നത് അവർക്ക് ജനിച്ചൊന്നിനെയും. ദുഃഖിറമ്മ, ഇവിടെ നോക്കി വിവാഹം കഴിച്ച അവരുടെ ഭാര്യമാരെ കുറിച്ചാണ് മാ, അതുപോലെ തന്നെ മക്കളെ കുറിച്ചും മാ എന്നാണ് പറഞ്ഞത്. എന്തു പറഞ്ഞില്ല, മന്നെന്ന് പറഞ്ഞില്ല, ആക്കിലിങ്ങളാണല്ലോ. എന്നിട്ട് മാ എന്ന് പറഞ്ഞു, മന്നെന്ന് പറയാതെ അല്ലേ. അതെ, ഇവിടെ വലിയ സിബ മനാക്കോ എന്ന് പറഞ്ഞാൽ പിന്നെ നിസായി ഉണ്ട്. അവരുടെ ഭാര്യമാരിൽ നിന്നും അവർ വിവാഹം കഴിച്ച ഒന്നിനെ അവർ ബന്ദിയാക്കി. ഒക്കത്തിരിമാവലതു, അവർ പ്രസവിച്ച ഒന്നിനെ അവർ കൊന്നൊടുക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മാ എന്ന് പറഞ്ഞതു അത് ദൂനം മന്നിനെ കൂടാതെ മാ എന്ന് പറഞ്ഞത് ഇഹാനത്തുൻ, അത് അവരെ അങ്ങേറ്റം നിന്യരാക്കുകയാണ്. അതുപോലെ തന്നെ ഖില്ലത്തുൽ മുബാലാത്ത് ബിഹിം, അവരെ കൊണ്ട് തീരെ പരിഗണിക്കുന്നില്ല എന്നാ. കാരണം ഏതുപോലെ അവരായതുപോലെ മിൻ ഗൈരി ദവിൽ ഉഖൂൽ, ബുദ്ധിയൊന്നും ഇല്ലാത്ത ആളുകളാണ് അവരെന്ന് പറഞ്ഞതുപോലെ. ഒരു മുലായിമത്തുൻ, അതവരെ അവിടെ മുലായിമത്തുൽ കോലും, അത് മാത്രമല്ല ഇനി ശേഷം പറയാൻ പോകുന്നതിനോട് യോജിച്ചിട്ടും പറഞ്ഞതാണ്. മുലായിമത്തുൻ, യോജിച്ചിട്ടും പറഞ്ഞതാണ്. അങ്ങനെ മാച്ച് പറഞ്ഞതിൽ കൗലി ശേഷം എന്താ പറഞ്ഞത്, വനഹബു മാ ജുമിയോ, അവരൊരു അവരും ഒരുമിച്ച് കൂട്ടി ഒന്നിനെ ഇവരെന്ത് ചെയ്തു, അപഹരിച്ചെടുക്കലുമാണ്. വന്നാറു മാസുറു, അവർ കൃഷി ചെയ്ത ഒന്നിനെ കരിച്ചു കളയലുമാണ്. അപ്പോൾ ഇവിടെയൊക്കെ മാമാച്ചിട്ടല്ല പറഞ്ഞ്, അപ്പം അതിനോട് യോജിച്ച് പറഞ്ഞതാണ് എന്നർത്ഥം. അപ്പോൾ ആദ്യം നോക്കിയും അവിടെ എന്ത് ചെയ്തു, ഇപ്പോൾ ആദ്യം മുത്തഅദ്ദിദ് ഒരു ഹുക്കുമിൻ്റെ കീഴിൽ മുത്തഅദ്ദിനെ ഒരുമിച്ച് കൂട്ടി. അതായത് ഷഖാ എന്ന് പറയുന്ന റോമിനെയും സിൽബാനെയും വൈനൊക്കെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് എന്ത് ചെയ്തതിന് ശേഷം അവിടെ ഓരോന്നിലേക്കുള്ള ഒന്നിന് തക്സീം ചെയ്യും. യഥാർത്ഥത്തിൽ ഇവിടെ ഈ തക്സീം ശരിക്കും ആ റോമിലേക്ക് മാത്രമേ വരുന്നുള്ളൂ. സിൽബാൻ ബിയയിലേക്ക് എന്ത് വരുന്നില്ല, ഈ പറഞ്ഞ ഒന്നും വരുന്നില്ല. ആ ഷഖാത്തിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ എന്തായിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് എന്നർത്ഥം. ഇനി വസാനി, ആദ്യം തക്സീമും പിന്നെ ജമ്മും, അതായത് തക്സീമു സുമ്മൽ ജമ്മു. ഉദാഹരണം, ഖൗമുൻ ഇദാ ഹാറബൂ ലറു അദുവഹും ഔ ഹാവലു നഫ്അ യശ്യാഇഹിം നഫഉ സജിയത്തുൻ തിൽക മിൻഹും ഗൈറ മുഹ്ദസത്തിൻ ഇന്നൽ ഖലായിക ഫഅലം ശർറഹൽ ബിദു. ഖൗമുൻ, ഒരു കൗമ്, ഇദാ ഹാറബു, അവർ യുദ്ധം ചെയ്താൽ, ലറു അദുവഹും, അവരുടെ ശത്രുക്കളെ അവരെന്ത് ചെയ്യും, ബുദ്ധിമുട്ടിക്കും. ഔ അല്ലെങ്കിൽ ഹാവലുൻ നഫ്അ ഫി അശ്യാഇഹിം, അത്തിബാഇം അൻസ്വാരി എന്നർത്ഥം. അവരുടെ സഹായികളിൽ, അവരുടെ പിൻഗാമികൾ, അവരെ പിൻപറ്റുന്ന ആളുകളിൽ ഉപകാരത്തെ അവർ തേടിയാൽ അവർ നഫഉ, അവരെന്ത് ചെയ്യും, ഉപകാരം ചെയ്യും. ഷജിയത്തുൻ തിൽക്ക, അതൊക്കെ അവരുടെ എന്താണ്, പ്രകൃതിപരമായിട്ടുള്ള സ്വഭാവമാണ്. അരീസത്തു എന്നർത്ഥം, അവരുടെ ജന്മവാസനയാണ് അർത്ഥം. അവർ ഹുൽക്കും സ്വഭാവമാണ്. മിന്നും അവരിൽ നിന്നുള്ള വയർ മുഹദ്ദസത്തിന്, അത് പുതുതായി ഉണ്ടാകുന്നൊന്നല്ല, ജന്മന അവർക്കുള്ള സ്വഭാവ ഗുണമാണ് ഇത് നടത്തും. ഇന്നൽ ഖലായിക്ക, നിശ്ചയം സ്വഭാവങ്ങൾ, സൃഷ്ടി വൈഭവങ്ങൾ. ജമ്മു ഖലീക്കത്തിന് ജമ്മാണ് ഖലായിക്ക്. വയ്യത്തൊബിയത്ത്, പ്രകൃതി, അൽ ഹുൽക്ക്, സ്വഭാവം എന്നൊക്കെ അർത്ഥം. ഫഅലം, നീ മനസ്സിലാക്കുക, ഷർറഹൽ ബിദോ, സ്വഭാവത്തിൽ ഏറ്റവും ഷെറ് എന്ന് പറഞ്ഞാൽ ബിദോ, പുതുതായി ഉണ്ടാക്കുന്നതാണ്. ആ മൂപ്പര് അവരുടെ ഈ സ്വഭാവങ്ങളൊന്നും പുതുതായി ഉണ്ടായതല്ല, അതൊക്കെ ഓൾറെഡി അവരിലുള്ളതാണ് എന്നർത്ഥം. ഇവിടെ നോക്കി, ഒരു കൗമ് അവർ എന്ത് ചെയ്തു, ഇത് ചെയ്തപ്പോൾ അതാ ജമ്മു ബിദഅത്തിൻ, ഈ ബിദഅ എന്ന് വെച്ചാൽ ബിദഅത്ത് ജമ്മു, വയ്യൽ മുബ്തദിഅത്തുൽ മുഹദസാത്ത്, പുതുതായി ഉണ്ടാകുന്നത് എന്നർത്ഥം. ഇവിടെ കസ്മഫിൽ അവലി സിഫത്തൽ മംദൂഹീന, മംദൂഹങ്ങൾ സിഫത്തിന് ആദ്യം ഇങ്ങനെ എന്ത് ചെയ്തു, തക്സീം ചെയ്ത് പറഞ്ഞു. ഇല ലറിൽ ആദായി, ശത്രുക്കളെ ബുദ്ധിമുട്ടിക്കൽ, നഫ്ല ഔലിയായി, ഔലിയാക്കളെ സഹായിക്കൽ. സുമ്മ ജംഉമ, പിന്നെ രണ്ടിനെ ഒരു ഹുക്മിൽ ഒരുമിച്ച് കൂട്ടി. ഫിസാനി, രണ്ടാമത്തോട് തഹ്ത കൗനി സജ്ജീയത്തിൻ, അതൊക്കെ അവരുടെ ജന്മവാസനയാണെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ. അപ്പോൾ ആദ്യം തക്സീം പിന്നെ ജമ്മ. ഇനി വമിൻഹു വമിനൽ മഅനവി,
അൽ ജംഉ മാ തഫ്രീഖി വത്തഖ്സീം. ഇനി രണ്ടും കൂടെ ജം ഉണ്ട്, അതോടെ തഫ്രീഖ് തഖ്സീമോട് കൂടി ജം വരിക. തഫ്സീറു ലാഹിറുൻ, അതിൻ്റെ തഫ്സീർ ലാഹിറാണ്, അതായത് മുത്തഅദ്ദിദ് കൊണ്ടുവരിക, ഒരു ഹുക്മിൻ്റെ കീഴിൽ മുത്തഅദ്ദിനെ കൊണ്ടുവരിക, എന്നിട്ട് അതിന് തഫ്രീഖ് ചെയ്ത് പറയുക. അതിൻ്റെ എന്തിനും ഇടയിലുള്ള ഒരുമിച്ച് കൂട്ടിയതിനുള്ള ഇടയിലുള്ള സാധനത്തിനുള്ള വ്യത്യാസങ്ങൾ പറയുക, പിന്നെ അതിനെ തന്നെ തഖ്സീം ചെയ്ത് പറയുക എന്നുള്ളതാണത്. അതുകൊണ്ട് മിമ്മാ സബഖ മുൻകഴിഞ്ഞതിൽ നിന്നും ഇതിൻ്റെയൊക്കെ താരീഫാത്തുകൾ എന്താണ്, വിശദീകരണം എന്താണ് എന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായതുകൊണ്ട് ഫലം എത്താറൊന്നുമില്ലോ, അതിലേക്ക് മുസന്നിഫ് വെളിവായില്ല. ഇനി അതിന് ഉദാഹരണം പറയാം. ഖൗലിഹി തആല, അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതുപോലെ, യൗമ യഅതി ലാ തുകല്ലിമു നഫ്സുൻ ഇല്ലാ ബിഇദ്നിഹി ഫമിൻഹും ഷഖിയ്യുൻ വസഈദ്. യൗമ യഅതി, അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്ന ദിവസം എന്നാ. യഅനി യഅതില്ലാഹു ഐ അംറുഹു, അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്ന ദിവസം, അല്ലെങ്കിൽ യഅതിൽ യൗമ, അല്ലെങ്കിൽ ഒരു ദിവസം വരും. ഐ ഹൗലു, ആ ദിവസത്തിൻ്റെ ഭീതി. വല്ലർഫ് മൻസൂബൻ, യൗമ എന്ന് പറഞ്ഞാൽ നെസ്ബിട്ടിയതാണ്. ബിൽമാരി ഉദുക്കുർ, മുമ്പ് ഒരു ഉദുക്കുറിനെ സങ്കല്പിക്കണം. ഇപ്പോൾ കളയപ്പെട്ട ഫീലിനെ മഫൂല എന്നർത്ഥം. അല്ലെങ്കിൽ ബി ഖൗലി ലാ തുകല്ലിമു നഫ്സുൻ എന്നർത്ഥം. അല്ലെങ്കിൽ ലാ തുകല്ലിമു നഫ്സുൻ എന്നത് എന്ത് ചെയ്തു, നെസ്ബ് ഇതിൻ്റെ മഫൂലായിട്ട്, അതിൻ്റെ അല്ലേ, ഇതുകൊണ്ട് ഇതിൻ്റെ മൻസൂബായിട്ടാണത് എന്നർത്ഥം. ഐ ബിമാ എംഫൗ, ആ നഫ്സിന് ഉപകാരമുള്ള ഒന്നുകൊണ്ട് സംസാരിക്കൂല. മിൻ ജവാബിൻ, അതെന്താ, ചോദിച്ചതിന് മറുപടി. ഔ ഷഫായത്ത്, അല്ലെങ്കിൽ ഷഫായത്ത്, അതുകൊണ്ട് സംസാരിക്കൂല. ഇല്ലാ ബി ഇദ്നിഹി, അള്ളാഹുവിൻ്റെ സമ്മതമുണ്ടായിട്ടല്ലാതെ. ഫമിൻഹും, അപ്പോൾ അവരിലുണ്ടാകും, ഐ മിൻ അഹ്ലിൽ മൗഖിഫി, ആ തടിച്ചുകൂടി നിൽക്കുന്ന സ്ഥലത്തുള്ള ആളുകളിൽ ഷഖിയ്യുൻ, പരാജിതനുണ്ടാവും, പരാജയപ്പെട്ടു പോയവൻ. ഐ അങ്ങനത്തെ മുഖ്ലാലഹു ബിന്നാർ, മുഖ്ലാലഹു അവനക്ക് വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്നു, ബിന്നാർ നരകം കൊണ്ട്. വ സഈദുൻ, വിജയുമുണ്ടാവും. ഐ മുഖ്ലാലഹു ബിൻ ജന്ന, സ്വർഗം കൊണ്ട് വിധിക്കപ്പെട്ടവനായ ആളുകളുണ്ടാവും. ഫഅമ്മല്ലദീന ഷഖു, അപ്പോൾ പരാജയപ്പെട്ടു പോയ ആളുകൾ, ഫഫിന്നാരി, അവർ നരകത്തിലാവുന്നു. ലഹും ഫീഹ സഫീർ, അവർക്ക് ആ നരകത്തിൽ നെടുവീർപ്പുണ്ട്, നിശ്വാസമുണ്ട്, അല്ലേ. യഖ്റാജുൻ നഫസ് ബിഷിദ്ദ, വളരെ ശക്തിയായിക്കൊണ്ട് ശ്വാസം പുറത്ത് പോകുന്നതിനാണ് സഫീർ എന്നറിയാം. അതായത് ആ ശ്വാസത്തിൻ്റെ നെടുവീർപ്പ്. ഷഹീഖ്, എന്തുമുണ്ട്, ഒരു തേങ്ങിക്കരച്ചൽ, അത് റദ്ദു ബിഷിദ്ദത്തിൻ, വളരെ ശക്തിയായി ഉള്ളിലേക്ക് എടുക്കുന്നതിനാണ് എന്താ പറയുന്നത്, ശ്വാസം എടുക്കുന്നതിനാണ് ഷഹീഖ് എന്ന് പറയുക. അതിനെ നമ്മൾ എന്താ പറയുക, തേങ്ങിക്കരച്ചിലെന്ന് പറയുക, അല്ലേ. അപ്പോൾ ഉള്ളിലേക്ക് ശക്തമായി ശ്വാസം എടുക്കുമ്പോഴാണ് തേങ്ങിക്കരച്ചിലുണ്ടാകല്. അപ്പോൾ അങ്ങനത്തെ ആളുകളാണ് പരാജയപ്പെട്ടവർ. അവരെന്നെ ഖാലിദീന ഫിഹ, അവർ ആ നരകത്തിൽ ശാശ്വതരാണ്. മാദാമത്തി സമാവാത്തു വൽ അർളു, ആകാശഭൂമികൾ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം, അത്രയും കാലം നടത്തും. സമാവാത്തുൽ ആഖിറത്തി വ അർളുഹ, ആഖിറത്തിൻ്റെ സമാവാത്തും അവിടുത്തെ അർളും, അതായത് എല്ലാ കാലഘട്ടം നടത്തും. ഔ, അല്ലെങ്കിൽ ആദിയിൽ ഇബാറത്തു കിനായത്തുൻ അൻ തഅബീദി, അല്ലെങ്കിൽ ഈ ഇബാറത്ത് തഅബീദിനെ തൊട്ട് ശാശ്വതമാകുന്നതിന് തൊട്ടൊരു കിനായത്താണ്. മുനഫിൽ ഇൻഖിതായ്, മുറിഞ്ഞു പോകലുണ്ടാവില്ല എന്നതിനെ തൊട്ടും ഒരു എന്താണ്, കിനായത്താണ്. ഇല്ലാ മാഷാ റബ്ബുക്ക്, നിങ്ങൾ റബ്ബ് ഉദ്ദേശിച്ച ഒന്നൊഴികെ. ഇല്ലാ വക്ത മഷിയത്തില്ലായി താല നടത്തും, അള്ളാഹു താല ഉദ്ദേശിച്ച സമയം ഒഴികെ. ഇന്ന റബ്ബക്ക, നിശ്ചയം താങ്കളുടെ റബ്ബ് ഫഅാലു ലിമാ യുരീദ്, അള്ളാഹു ഉദ്ദേശിക്കുന്നതിനെയൊക്കെ പ്രവർത്തിക്കുന്നവനാവുന്നു. മിൻ തഖ്ലീദിൽ ബഅദി, ചില ആളുകളെ ശാശ്വതരാക്കൽക്ക് കുഫാരിങ്ങളിൽ പോലത്തെ. വ ഇഖ്റാജിൽ ബഅദി, ചില ബഅദിനെ പുറപ്പെടുവിക്കൽക്കൽ ഫുസാഖിങ്ങളെ പോലത്തെ. അമ്മല്ലദീന സഇദു, അപ്പോൾ വിജയിച്ച ആളുകൾ, ഭാഗ്യം സിദ്ധിച്ച ആളുകൾ, ഫഫിൽ ജന്ന, അവർ സ്വർഗത്തിൽ, ഖാലിദീന ഫീഹ, അവരവിടെ ശാശ്വതരാണ്. മാദാമത്തി സമാവാത്തു അൽ അർള്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അർത്ഥം. ആഖിറത്തിലെ സമാവാത്ത് അൽ അർള്, അല്ലെങ്കിൽ ആകാശഭൂമികൾ ശാശ്വതമായിരിക്കുന്നിടത്തോളം കാലം നടത്തും. ഇല്ലാ മാഷാ റബ്ബുക്ക്, നിങ്ങൾ റബ്ബ് ഉദ്ദേശിച്ച ഒരു സമയം ഒഴികെ. അതാ എന്ന ഗൈറ മജ്ദൂദ്, അതൊരിക്കലും മുറിഞ്ഞു പോകാത്തതാവുന്ന സമ്മാനമാവുന്നു. ഗൈർ മഖ്തൂ എന്നർത്ഥം. ബലെന്നല്ല മുംതദ്ദുൻ, അതിങ്ങനെ നീണ്ടു കിടക്കുന്നതാണ്. ലാ ഇലാ നിഹായ, ഒരറ്റമില്ലാതെ. ഇവിടെ മാനൽ ഇസ്തിസ്ന, ഇവിടെ രണ്ട് ഇല്ലാ മാഷാ റബ്ബുക്ക് എന്ന് രണ്ട് സ്ഥലത്തും ചെയ്തിട്ട് ഇസ്തിസ്ന ചെയ്തിട്ടുണ്ട്, അല്ലേ. കാഫിരിങ്ങളെ പറഞ്ഞിടത്തും മുസ്ലിമീങ്ങളെ പറഞ്ഞിടത്തും മിനിങ്ങളെ പറഞ്ഞിടത്തും പറഞ്ഞു. അപ്പോൾ ആ ഇസ്തിസ്നാഫിൽ അവലി, ഒന്നാമത്തോടത്ത് അമല്ലദീന ഷഖു
ഫഫിന്നാരി ഖാലിദീന ഫിഹ സഫീർ അല്ലേ എന്താണ് അമ്മലദീന ഷഖു ഫഫിന്നാരി ലഹും ഫിഹ സഫീർ വശഹീഖ് ഖാലിദീന ഫിഹ മാ ദാമത്തി സമാവാത്തു വൽ അർദ് ഇല്ലാ മാ ശാ റബ്ബുക. അവിടെ അന്ന ബഅദൽ അഷ്ഖിയായ ചില പരാജയപ്പെട്ട ആളുകൾ ലാ യഖ്ലുദൂന ഫിന്നാരി അവരെന്താവൂല നരകത്തിൽ ശാശ്വതരാവൂല എന്നതിനെ അറിയിക്കാനാ കൽ ഉസാത്തി മിനൽ മുഅ്മിനീൻ അതുപോലെ മുഅ്മിനീങ്ങളിൽപ്പെട്ട ദോഷികളെപ്പോലെ ഓരും ചിലപ്പം അല്ലെ അള്ളാഹുവിൻ്റെ കഥ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നരകത്തിൽ പോയിട്ടാണ് ചിലപ്പോൾ സ്വർഗത്തിലേക്ക് എത്തുക അവരുടെ കാലാവധി കഴിഞ്ഞിട്ട് നരകത്തിലെ കാലാവധി കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ മുഅ്മിനീങ്ങൾ ഉസാത്ത് ദോഷികളായ മുഅ്മിനീങ്ങളിൽപ്പെട്ട ദോഷികളെപ്പോലെ അല്ലദീന ഷഖു അവർ പരാജയപ്പെട്ടത് ബിൽ ഇസ്യാൻ അവരുടെ തെറ്റുകുറ്റങ്ങൾ കൊണ്ട്. അപ്പോൾ അവരുടെ കാലം കഴിയുമ്പോൾ ഒരു സ്വർഗത്തിലേക്ക് വരും. അതാണ് അവിടെ അങ്ങനെ ഇല്ലാ മാ ശാ റബ്ബുക എന്ന് പറഞ്ഞത്. ഫിസാനി രണ്ടാമത്തോടത്ത് അമ്മലദീന സുഈദു അഫിൽ ജന്നത്തി ഖാലിദീന ഫിഹ മാ ദാമത്തി സമാവാത്തു വൽ അർദ് ഇല്ലാ മാ ശാ റബ്ബുക എന്ന് പറഞ്ഞല്ലോ. അവിടെ അന്ന ബഅദ സുഅദായി ചില വിജയിച്ച ആളുകൾ തന്നെ ലാ യഖ്ലുദൂന ഫിൽ ജന്നത്തി അവർ സ്വർഗത്തിൽ ശാശ്വതരാവൂല ബൽ എന്നല്ല യുഫാരിഖൂനഹ അവർ ആ സ്വർഗം വിട്ട് പിരിയുന്നുണ്ട് ഇബ്തിദാഅൻ തുടക്കത്തിൽ. ഇപ്പം നേരത്തെ പറഞ്ഞ നിങ്ങളെ പോലെ തന്നെ യാനി അതായത് അയ്യാമ അദാബിഹിം അവരുടെ അദാബിൻ്റെ കാലഘട്ടത്തിൽ കൽ ഫുസാഖി മിനിങ്ങളിൽപ്പെട്ട ഫാസിഖീങ്ങൾ തെമ്മാടികളെ പോലത്തെ ആളുകൾ അവർ ചിലപ്പം അല്ലദീന സഈദു ബിൽ ഈമാൻ പക്ഷെ അവർ ഈമാൻ കൊണ്ട് വിജയിച്ചവരാണ്. പക്ഷെ ചില തെറ്റുകളൊക്കെ നിന്ന് വന്നു പോയതുകൊണ്ട് ചിലപ്പോൾ അവരെന്ത് ചെയ്യും നരകത്തിൽ പോയിട്ട് സ്വർഗത്തേക്ക് വരും. അപ്പോൾ ആ തുടക്ക കാലഘട്ടത്തിൽ അവരവിടെ ഉണ്ടാവില്ല സ്വർഗത്തിലുണ്ടാവില്ല എന്നതിനെ അറിയിക്കാനാണ് ആ രണ്ട് സ്ഥലത്ത് ഇങ്ങനെ എന്തായത് ഇസ്തിസ്ന കൊടുത്തത്. തഅബീദു അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും തഅബീദ് ശാശ്വതമാകുക എന്നുള്ളത്. അപ്പോൾ ഈ തഅബീദ് ശാശ്വതമാകുക എന്നുള്ളത് പിന്നെ ഓരെക്കുറിച്ച് എന്തിൻ്റെ പറഞ്ഞത് ഖാലിദീന ഫീഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ വിജയിച്ച ആളുകളും ഖാലിദീങ്ങളല്ലേ. അപ്പോൾ ഇതിൻ്റെ തുടക്കം തഅബീദ് ഒരു മുഅയ്യനായ തുടക്കം മുതലാണ് തഅബീദ് ഉണ്ടാകുക. ആദ്യം മുതലേ സ്വർഗത്തിൽ കിടക്കുന്നവർ ആദ്യം മുതലേ ശാശ്വതനാണ്. ഇനിയല്ല ഇസാത്യങ്ങളെ പോലത്തെ ആദ്യം നരകത്തിൽ പോയിട്ട് പിന്നെ സ്വർഗത്തേക്ക് വരുന്നവർ അവരെവിടെ നിന്നാണ് എവിടെ മുതലാണോ സ്വർഗത്തിൽ പ്രവേശിച്ചത് അവിടെ മുതൽ പിന്നെ ഒരു ശാശ്വതനാണ് എന്നർത്ഥം. ഖമ ഏതോദിന ഖമയന്തഖിലു ബി ഇബാറത്തിൽ ഇന്തിഹായി തഅബീദ് എന്താവും മുറിഞ്ഞു പോകും ബേത്തിബാരിൽ ഇന്തിഹായി അതിൻ്റെ അറ്റം പരിഗണിക്കുമ്പോൾ. കാരണം കുറച്ചു കാലം നരകത്തിലുള്ള ആളുകൾ പിന്നെ സ്വർഗത്തേക്ക് വരികയാണ്. അപ്പോൾ ഓല അവിടെ നിന്ന് പകുതിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഓൾക്ക് അറ്റല്ലല്ലോ സ്വർഗ നരകത്തിൽ അറ്റാകുന്നില്ലല്ലോ അന്ത്യമാകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് മുറിഞ്ഞു പോകുന്നത് പോലെ ഫക്കദാലിക്ക അപ്രകാരം തന്നെ യന്തഖിലു തഅബീദ് മുറിഞ്ഞു പോകുന്നത് പോലെ ബേത്തിബാരിൽ ഇബ്തിദായി രണ്ടാമത്തോടത്ത് അതായത് ആ സ്വർഗത്തിൽ വരുന്ന ശാശ്വതനാണ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ചില ആളുകൾ അവിടെ കടന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ തുടക്കം ഇവിടെ ഇല്ലല്ലോ ആ ഇബ്തിദായിൽ ഇവിടെ ഇല്ലാത്തതുപോലെ അപ്പോൾ അവിടെയും ആ തഅബീദ് മുറിഞ്ഞു പോകുന്നുണ്ട് അതുപോലെ. അപ്പോൾ ഫഖദ് അപ്പം ഇനി നമ്മളെ വിഷയം പറയണ്ടേ ജംഉം തഖ്സീമും തഫ്രീഖും വരണ്ടേ അത് പറയാം. ഫഖദ് ജുമിഅൽ അൻഫുസു ഇവിടെ അൻഫുസിനെ ഒരുമിച്ച് കൂട്ടപ്പെട്ടു ജമ ചെയ്തപ്പെട്ടു ഫീ ഖൗലിഹി ലാ തുകല്ലിഫു നഫ്സുൻ ഒരു നഫ്സും സംസാരിക്കൂല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ആ നഫ്സുകളെ മൊത്തം ജമ ചെയ്തു. സുമ്മ ഫറഖ പിന്നെ ഇനി തഫ്രീഖ് നടത്തി ബൈനഹും അവർക്കിടയിൽ ബിഅന്ന ബഅദഹും അതിൽ ചില നഫ്സ് ഷഖിയ്യുൻ പരാജയപ്പെട്ടു പോയതാണ് ബഅദും സഈദുൻ ചിലത് വിജയിച്ചതാണ് പറഞ്ഞിട്ട് തഫ്രീഖ് ചെയ്തു ബി ഖൗലിഹി അല്ലാഹു തആല വാക്കുകൊണ്ട് ഫമിൻഹും ഷഖിയ്യും വ സഈദ് എന്ന് പറഞ്ഞിട്ട്. സുമ്മ ഖസ്സമ പിന്നെന്ത് ചെയ്തു തഖ്സീം ചെയ്ത് പറഞ്ഞു ബിഅൻ അലാഫ ഇലൽ അഷ്ഖിയായി അഷ്ഖിയായിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് മാലഹും മിൻ അദാബിന്നാർ അവർക്ക് നരകത്തിൻ്റെ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ട്. വൈല സുഅദായി വിജയിച്ച ആളിലേക്ക് ചേർത്തി പറഞ്ഞു മാലഹും മിൻ നഈമിൽ ജന്ന അവർക്ക് സ്വർഗത്തിൻ്റെ എല്ലാ സുഖങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ബി ഖൗലി ഫമല്ലദീന ഷഖു ഇലാ ആഖിരി അതിൻ്റെ അവസാനം വരെ. അപ്പം അങ്ങനെ എന്ത് ചെയ്തു അവിടെ തഖ്സീമും ചെയ്തു. അപ്പോൾ ജമ്മു വന്നു പിന്നെ തഫ്രീഖ് ചെയ്തു പിന്നെ തഖ്സീം ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒക്കെ എന്താകാറുണ്ട് വരാറുണ്ട്. അതാണ് ഈ ഇനം. ഇൻഷാ അല്ലാഹ് നമ്മൾ 3 ഇനങ്ങൾ ഇന്ന് പഠിച്ചു. അപ്പോൾ എല്ലാവരും അത് വ്യക്തമായി മനസ്സിലാക്കി വൃത്തിയായി എഴുതി വെച്ചുകൊണ്ട് പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നിങ്ങൾ ഈ 2 ഇനം അതിൻ്റെ ഉദാഹരണം സഹിതം നിങ്ങൾ അത് എഴുതി കാണിച്ചു തരണം കേട്ടോ.